ചെറുകിട ഏലം കർഷകർക്കും വ്യാപാരികൾക്കും ഇത്തവണ വറുതിയുടെ ഓണമാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഏലം കർഷകർക്ക് തിരിച്ചടിയായത്. സ്പൈസ് ബോർഡ് ഉൾപ്പെടെ ഏജൻസികൾ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. ജൂൺ ജൂലൈ മാസങ്ങളിൽ മലയോര മേഖലയിൽ മൺസൂൺ മഴ ഗണ്യമായി കുറഞ്ഞത് ഏലം കൃഷിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിലുള്ള രോഗങ്ങൾക്കും വഴിയൊരുക്കിയതോടെ ഉൽപ്പാദനത്തെയും പ്രതികൂലമായി ബാധിച്ചു. തുടർച്ചയായി കീടനാശിനി പ്രയോഗം നടത്തേണ്ടി വന്നതും കർഷകർക്ക് വലിയ സാമ്പത്തിക ചെലവിന് കാരണമായി. ഏലത്തിന് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഈ ഓണക്കാലത്തും ചെറുകിട കർഷകർക്ക് കാര്യമായ പ്രയോജനം ലഭിക്കുന്നില്ല. ഏലം കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം ഏലത്തിന്റെ വിളവെടുപ്പ് സീസണെ 3 മാസത്തോളം മാറ്റിവിട്ടിരിക്കുക. മാത്രവുമല്ല, ഈ കാലാവസ്ഥയിൽ നല്ല ഫ്ലവറിംഗ് ഉണ്ടായെങ്കിലും പിന്നീട് വരുന്ന ചൂട് കൂടുന്നത് കൊണ്ട് വീണ്ടും കാ പിടിക്കുന്നത് താമസം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ ഓണം വരുമ്പോഴത്തേക്കും കർഷകരും ചെറുകിട കർഷകരും ഒപ്പം ഈ ചെറുകിട വ്യാപാരികളും ഒക്കെ ഈ ഓണക്കാലത്ത് ഒരു ബിസിനസ്സൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷെ വളരെ ഒരു വറുതിയിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. അതിനൊരു ഇമ്പാക്റ്റ് വാണിജ്യ മേഖലയിൽ ഉണ്ടാകും. വലിയ പ്രതിസന്ധിയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹൈറേഞ്ചിലെ പൊതുവെയുള്ള കാർഷിക മേഖല വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്പൈസസ് ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.